2025-27 ബാച്ചിലേക്കുള്ള ബി.എഡ്, എം.എഡ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലാണ്. അതിന്റെ പ്രോസസ് എന്താണെന്ന് നോക്കാം. ദ ബി.എഡ് അഡ്മിഷൻ ഇൻ ദി അഫിലിയേറ്റഡ് കോളേജസ് വിൽ ബി കമൻസ് സെയിം ആസ് ടു ദി അഡ്മിഷൻ കൗൺസിലിംഗ് സ്റ്റാർട്ടഡ് ഫോർ ദി ഗവൺമെന്റ് കോളേജസ് ആൻഡ് ഇറ്റ് വിൽ ബി ക്ലോസ്ഡ് 15 days ആഫ്റ്റർ എൻഡിംഗ് ദി ഗവൺമെന്റ് അഡ്മിഷൻ കൗൺസിലിംഗ്. ഓക്കെ, ഈ മാസം ലാസ്റ്റ് വരെയൊക്കെ അഡ്മിഷൻ എടുക്കാനുള്ള സമയം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലായിരിക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. 2 വർഷത്തെ 4 സെമസ്റ്റർ കോഴ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. റെഗുലർ കോഴ്സ് തന്നെയാണ്. നമുക്ക് സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ തമിഴ് ലാംഗ്വേജിൽ എടുക്കാം, ഉറുദു ലാംഗ്വേജിൽ എടുക്കാം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസിൽ 2 പാർട്ട് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സയൻസിൽ ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസ് എന്നിങ്ങനെ സബ്ജക്റ്റുകൾക്ക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളിൽ ബി.എഡ് എടുക്കാവുന്നതാണ്. ബാക്കി പറയാൻ പോകുന്ന സബ്ജക്റ്റുകളെല്ലാം തന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് PG ആണ്. സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഹോം സയൻസ്, ഇക്കണോമിക്സ്, കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ദെൻ ഫിലോസഫി, ലോജിക്, ഇന്ത്യൻ കൾച്ചർ, ഫിലോസഫി. ഇതുകൂടാതെ തന്നെ സോഷ്യൽ സയൻസിൽ നമുക്ക് ബി.എഡ് ചെയ്യാവുന്നതാണ്. സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിൽ PG ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്കും സോഷ്യൽ സയൻസിൽ ബി.എഡ് ചെയ്യാം. അപ്പോൾ UG ക്വാളിഫൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. PG ക്വാളിഫൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഹോം സയൻസ്, ഇക്കണോമിക്സ്, കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ദെൻ സൈക്കോളജി, ലോജിക്, ഇന്ത്യൻ കൾച്ചർ, ഫിലോസഫി. അടുത്തത് ഇതിന്റെ മാർക്ക്, ക്വാളിഫിക്കേഷൻ മാർക്കാണ്. പിന്നെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 50% മാർക്ക് സ്കോർ ചെയ്തിരിക്കണം, UG-യിലാണെങ്കിലും PG-യിലാണെങ്കിലും. BC കാറ്റഗറിയിലുള്ളവർക്ക് 45% മതി. DNC അല്ലെങ്കിൽ MBC കാറ്റഗറിയിലുള്ളവർക്ക് 43% ആണ്. SC/ST കാറ്റഗറിയിലുള്ളവർക്ക് 40% ആണ്. ഇതാണ് മിനിമം പെർസെന്റേജ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഈ മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ, മിനിമം ഇത്ര മാർക്ക് ലഭിച്ചവർക്ക് മാത്രമാണ് ബി.എഡ്, എം.എഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. 2025 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, ഫോർത്ത് സെം കളിലെ ബി.എഡ്, എം.എഡ് കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ക്ലാസ് ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, ഫോർത്ത് സെം ബി.എഡിന്റെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.